ആ കുട്ടി വളരെ വർഷം കൊണ്ട് അച്ഛനെ ബലിയിടണമെന്ന്. പക്ഷേ ഇന്ന് വരെ ഇത് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് വായിക്കണ കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ വായിച്ചു കൊടുത്തു. മോക്ഷപ്രാപ്തി. ഈ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി തിലകോമവും പിന്നെ ബലിയിട്ടില്ലെങ്കിലും തിലകോമവും നടത്തി ഈ മോക്ഷപ്രാപ്തി വായിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായി? അവർക്ക് തൃപ്തിയാവണത്. വേറെ ഒന്നും നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതില്ല. നമ്മൾ വേറെ എന്തെന്ന് കൊടുക്കുക അവർക്ക് മരിച്ചവർക്ക്. ആ മരിച്ച നാൾ പറഞ്ഞാണ് മോക്ഷപ്രാപ്തി വായിക്കുന്നത്. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പിതൃക്കൾക്ക് വേണ്ടി ബലിയെല്ലാം ഇട്ട് സമർപ്പണമെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ ഇങ്ങനെ സ്വർഗാരോഹണം പ്രാപിച്ചിരിക്കുന്ന ഭാഗമാണ്. അപ്പം ഭഗവാന്റെ കൂടെ ഇത് നമ്മൾ ഭഗവാന് വേണ്ടി ഇത് പ്രാർത്ഥിച്ച് അപ്പം ഈ പിതൃക്കളെ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ചേർത്ത് കൊള്ളുമെന്നാണ് പറയുന്നത്. സാക്ഷാൽ കേവലൻ തൻ്റെ നിര്യാണയോഗാനന്ദമീക്ഷിപ്പാൻ നമ്പരാന്തേ വന്നു പൂമലർ തൂകി നിന്നവർ ശില്പുമാന്റെ ജന്മകർമാതി കൊണ്ടു ജൽപ്പിച്ചു മേന്മേൽ സുതീച്ചമ്പരെ നിൽക്കും നേരം മന്നവാ ജഗന്നാഥൻ തന്നുള്ളിൽ തൻ വിഭൂതി തന്നെയും ഈക്ഷിച്ചിട്ടു തന്നെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടിട്ട് ആത്മാവിൽ യോജിപ്പിച്ചു. സ്വാത്മാകാരമായ കണ്ടാത്മാവായി നേത്രങ്ങളെ അടച്ചു സമാനമായി സൂക്ഷ്മജ്യോതിസുവായി പടുത്തമോട് വാണിയിടുന്ന ലോകാവിരാമൻ മംഗലമായ യോഗധാരണ ധ്യാനം കൊണ്ടു തന്നെ ശരീരത്തെ യോഗാഗ്നി കൊണ്ടു ദഗ്ധാം ആത്മാനം പരമാത്മാവായൊരു സ്വധാമത്തെ പ്രാപ്തനായി ശോഭിച്ചു നിന്നിടിനാൻ സ്വയം പ്രഭൻ. ദേവകൾ ഭഗവാന്റെ തേജസ്സു കണ്ടു മേന്മേൽ ദേവവാദ്യങ്ങൾ ഘോഷിച്ചേറ്റവും പുഷ്പവർഷാൽ സത്യധർമാദി ധൃതിഭൂതി ശ്രീകീർത്തിയാദികൾ എത്രയും കീർത്തിച്ചേറ്റം വാഴ്ത്തിനാർ നാരായണം. കേവല സ്വധാമത്തെ വേശിച്ചതറിയാതെ ദേവാദി ജനങ്ങളും കണ്ടു വിസ്മിതരായി ആകാശം ഭേദിച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭ. ആകാശം തന്നിൽ മിന്നൽ മിന്നിടുന്നത് പോലെ മാനുഷജനത്തിനു ഭഗവത് ഗതി ലക്ഷ്യമാകയുമില്ല. വ്യാമനിയുണ്ടാകും മിന്നൽ പോലെ വ്യാമനി നിന്നു ജാത മിന്നലും അത് തന്നിൽ താമസമില്ലാതടങ്ങുന്നത് പോലെ തന്നെ കേവലം ആത്മാവിൽ നിന്നു വിദ്യുക്തമായി തോന്നി ലോകം. കേവലം അതിൽ തന്നെ പൂർണ്ണമാകയും ചെയ്തു. ബ്രഹ്മരുദ്രാദി ദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗഗതി കണ്ടേറ്റം വിസ്മിതരായി യോഗയോഗേശനായ ശങ്കരൻ തനിക്കുള്ളിൽ യോഗവൈഭവം കണ്ടു ചിത്ത കൗതുകമുണ്ടായി. പിന്നെ ദേവാദിഗണമേറ്റവും സ്തുതി ചെയ്തു ചെന്നവരവരവർ സ്ഥാനത്തിൽ മരുവിനാൻ. കൃഷ്ണൻ താൻ ജനിച്ചന്തേ ജീവന്റെ ഗതിയോർത്താൽ നിർണയാപ്തം 125 വാണു. മന്നവാപരൻ തനിക്ക് ഓരോരോ കാര്യങ്ങളാൽ വന്നിടും ജനമൃതി. സർവവും മായയാലേ തന്നെ മായാവിലാസത്തിനാൽ എന്നെ പിന്നെ ഒന്നുമേ പരമാത്മാ തനിക്കില്ലറിക നീ. ആയത് വിചാരിച്ചാൽ നടന്റെ വേഷം പോലെ മായയായി വേഷം ധരിച്ചായതിൽ രമിപ്പിച്ചു പിന്നെത്താൻ വേഷം കളയുന്നതും അതുകൊണ്ട് തന്നുള്ളിൽ നടന്നോരു ഹാനിലാഭങ്ങളില്ല. ഇതുപോൽ പരമാത്മാമായ സർഗാദിയാലേ ചിത്തമാകും ആത്മാവിനു സംബന്ധമില്ലൊന്നിലും. മാനുഷാദികളായ ജന്തുക്കൾ തമ്മേ പോലെ ജനനാദികൾ ബന്ധം ഭഗവാൻ തനിക്കില്ല. യാതൊരു ഭഗവാന്റെ ഗുരുപുത്രനെ യമലോകത്ത് ചെന്നു കൊണ്ടുവന്നു നൽകിയതോർക്കാം. ബാണയുദ്ധത്തിൽ മൃത്യുശാസനം ജയിച്ചില്ലേ പ്രാണനില്ലാത്തതിങ്കൽ പ്രാണനെ നൽകിയില്ലയോ. ഇങ്ങനെയെല്ലാം ജയിച്ചേകാത്മാവായി കൊണ്ടു മന്നിടം സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നൊരു ഭഗവാൻ കാട്ടാളന്റെ അമ്പിനാൽ ദേഹമതും വിഗതമാക്കിയെന്നു കൊൽവതെത്രയും ചിത്രം. സകല മായകൾക്കും മായയാം ശക്തിധരൻ സകലയായിരിക്കും മായയ്ക്ക് പതിയായിട്ടിരിക്കും ഭഗവാനു ദേഹമെന്തെന്നു ചൊൽവു. ഇത്തരം പല പല വസ്തുവിൻ കാരണമായി ചിത്തായിട്ടന്യമില്ലാതിരിക്കും ഭഗവാനും മർത്യനായി കാട്ടാളനായുള്ളവൻ തന്മൂലമായി സ്വസ്ഥമാം ഗതി ലഭിച്ചിടിനാനെന്നതെന്തേ. ഇക്കഥ ഉഷകാലേ
ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്കേറ്റം ഉത്തമ ഭക്തി വന്നു മുക്തിയും മോക്ഷവും ക്രമാൽ വരുമില്ല സംശയമേതും. ഇക്കഥാ ഉഷകാലേ ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്കേറ്റം ഉത്തമ ഭക്തി വന്നു മുക്തിയും മോക്ഷവും ക്രമാൽ വരുമില്ല സംശയമേതും. ഇക്കഥാ ഉഷകാലേ ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്കേറ്റം ഉത്തമ ഭക്തി വന്നു മുക്തിയും മോക്ഷവും ക്രമാൽ വരുമില്ല സംശയമേതും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഇക്കഥാ ഉഷകാലെ ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമ ഭക്തി വന്നു മുക്തിയും മോക്ഷവും ക്രമാൽ വരുമില്ല സംശയമേതും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അത് ഭഗവാന്റെ ആ പടം കണ്ടില്ലേ, സ്വർഗാരോഹണം, ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഈ ഭഗവാനെ പിന്നെ ശ്രീരാമനായിരുന്നപ്പം ബാലിയെ കൊന്നു. ശ്രീരാമനായിട്ട് മഹാവിഷ്ണു അവതരിച്ചില്ലേ, അപ്പോഴും ബാലിയെ ഭഗവാൻ കൊന്നു. അപ്പം ബാലിയെ കൊന്നതുകൊണ്ട് ബാലി അടുത്ത ജന്മം അപ്പം പറഞ്ഞിട്ട് പോയി അടുത്ത ജന്മം ബാലി വന്ന് ഭഗവാനുടെ അതിന് പകരം തീർക്കുമെന്ന് പറഞ്ഞിട്ടുകയാണ്. ബാലിയായവൻ കൃഷ്ണ വേടനായി വന്നു ശമ്പരൻ തൻ്റെ കൃഷ്ണ തുച്ഛ ബാണവും ഏറ്റെടുത്തുടൻ കൃഷ്ണ നീ തുനിഞ്ഞ എന്നുള്ള കീർത്തനയില്ലേ, അതേപോലെ. അപ്പോൾ ഈ വേടൻ മറഞ്ഞിരുന്ന് ഭഗവാന് സമയമായപ്പം ഭഗവാൻ പറഞ്ഞ് എനിക്ക് സമയമായി പോകാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മരത്തിൻ്റെ കീഴിൽ വന്ന് ഭഗവാൻ ധ്യാനനിഷ്ഠനായിട്ടിരിക്കുമ്പോഴാണ് ഈ വേടൻ മറഞ്ഞു നിന്ന് അമ്പയണത്. അപ്പം ഭഗവാന്റെ പെരുവിരലിൽ കൊണ്ട് ഭഗവാൻ മരിക്കും. അപ്പം വേടൻ അപ്പോഴാണ് ഭഗവാൻ എന്നറിഞ്ഞ് ഓടി വന്ന് ഭഗവാന്റെ അടുത്ത് സാഷ്ടാംഗം നിന്ന് ക്ഷമിക്കണമെന്ന് പറയുമ്പം ഭഗവാൻ പറയും ഇതൊരു നിമിത്തമാണ്, കഴിഞ്ഞ ജന്മം. അപ്പോഴാണ് ഭഗവാൻ പറയണത് കഴിഞ്ഞ ജന്മം ഞാൻ നിൻ്റെ ശത്രുവായിരുന്നു, ഇന്ന് ഞാൻ കൊന്നു. അപ്പം അതിന് എന്നായാലും നമ്മൾ ഒരാളിനൊരു ദ്രോഹം ചെയ്താൽ അത് എപ്പോഴെങ്കിലും നമുക്കത് തിരിച്ച് കിട്ടും. മനസ്സിലായ? ആ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത്, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ അനുഗ്രഹിച്ചു കിട്ടും. കർമ്മഫലം അനുഭവിച്ചേ മതിയാവും, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആരുടെയെങ്കിലും ഒരു ദ്രോഹം ചെയ്താൽ എന്നൊരു കാലത്തെങ്കിലും അവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടെങ്കിലും നമുക്ക് കിട്ടും.